മിസ്രിയിലെ രാജൻ അസീസിൻ്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീനത്തൊളിരാജാത്തി ഇഷ്ക് കടലിൻ്റെ മോസ പോട്ടി മറിഞ്ഞല്ലോ ഇമ്പക്കനീ യൂസുഫ് നബിയിൽ നിറഞ്ഞല്ലോ. ഇസ്ലാമിക ചരിത്രത്തിൽ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വർണ്ണിക്കുന്നത് ഏറ്റവും സൗന്ദര്യമുള്ളവരായിട്ടാണ്. മുത്തുനബി തങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യം നൽകപ്പെട്ടിട്ടുള്ളത് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. അവിടുത്തെ പേരിൽ ഒരു സൂറത്തുണ്ട്, സൂറത്ത് യൂസുഫ്. സൂറത്ത് യൂസുഫ് കൊണ്ട് നമുക്ക് കിട്ടുന്ന അത്ഭുത നേട്ടങ്ങൾ കേട്ടാൽ സുബ്ഹാനല്ലാഹ്, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സകല പ്രയാസങ്ങളിൽ നിന്നുമുള്ള രക്ഷയായിട്ട് സൂറത്ത് യൂസുഫ് അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. നമുക്കൊന്ന് പഠിച്ചു വെച്ചാലോ? വലിയ സൂറത്താണ്, ഒരല്പം വലിപ്പമുണ്ട്. എന്നിരുന്നാലും എപ്പോഴെങ്കിലുമൊക്കെ സൂറത്ത് യൂസുഫ് ഓതാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ നീങ്ങാൻ കാരണമായി തീരും. നമുക്കൊന്ന് കേൾക്കാം സൂറത്ത് യൂസുഫും മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചെറിയൊരു ചരിത്രവും കേൾക്കാം. ഇൻഷാ അല്ലാഹ് മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ 3-ാമത്തെ ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കനിഞ്ഞരുളിയ ദിവസങ്ങൾ നമ്മളിൽ നിന്ന് ഒന്നായി ഇങ്ങനെ കൊഴിഞ്ഞു പോവുകയാണ്. ഈ പരിശുദ്ധമായ ദിവസത്തിൽ ഒരു പവിത്രമായ സൂറത്ത് നമുക്കൊന്ന് പഠിച്ചു വെക്കണം. വിശുദ്ധമായ ഖുർആൻ ഒന്നടങ്കം അത്ഭുതമാണ്. എന്നാൽ ഖുർആൻ വലിയ അത്ഭുതമായി പരിചയപ്പെടുത്തിയ മഹാന്മാരായ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും സൗന്ദര്യത്തിൻ്റെ ഉറവിടമായി പരിചയപ്പെടുത്തിയത് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമാണ്. യൂസുഫ് ബിൻ യഅഖൂബ് അലൈഹിമുസ്സലാത്തു വസ്സലാം. മഹാനായ യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ 12 മക്കളിൽ ഏറ്റവും സുന്ദരനായ വ്യക്തി, 12 മക്കളിൽ പ്രവാചകനായ വ്യക്തി മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. യഅഖൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി, നല്ല യൂസുഫ് നബി തൻ അഴകിൻ്റെ മഴവിൽ ഒളിവായി നിറവായി. എത്രയോ പാട്ടുകൾ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വർണ്ണിക്കുന്നത് പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സൗന്ദര്യം അള്ളാഹു കൊടുത്തത് വലിയൊരു അത്ഭുതമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു വലിയ സൗന്ദര്യം കൊടുത്തിരുന്നു. നബി തങ്ങളാണ് ഏറ്റവും വലിയ സൗന്ദര്യമുള്ള ആൾ. എന്നാൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുത്ത സൗന്ദര്യം അള്ളാഹു മറവച്ചിട്ടില്ല എന്നതാണ്. അതുകൊണ്ടാണ് മിസ്റിലെ രാജാത്തിയായിരുന്ന സലീഖ ബീവി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടപ്പോൾ ആഗ്രഹം തോന്നിപ്പോയത്. അവർ മോശക്കാരി ആയതുകൊണ്ടല്ല, മറിച്ച് ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന വൈകാരിക നിമിഷങ്ങൾ മാത്രമാണ് അവരുടെയും ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മിസ്റിലെ രാജകൊട്ടാരത്തിൽ മഹദിയായ സലീഖ ബീവി റളിയല്ലാഹു അൻഹ ഒരുക്കിയ വിരുന്നിൽ മിസ്റിലെ വലിയ വലിയ കുലീനകളായ സ്ത്രീകൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു നിമിഷം കണ്ടപ്പോൾ തന്നെ അവരുടെ കൈവിരലുകൾ മുറിച്ചു കളയേണ്ടി വന്നത്. കൈവിരലുകൾ മുറിച്ചത് അവർ അറിഞ്ഞിട്ടില്ല എന്ന്, ആ സൗന്ദര്യത്തിൽ അങ്ങ് ഭ്രമിച്ചു പോയതാണ്. പക്ഷേ നബിതങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നബിതങ്ങൾക്ക് സൗന്ദര്യം കുറവാണെന്നാണോ? അല്ല. മഹദി ആയിഷ ബീവി പറയുന്നുണ്ട്, നബിതങ്ങൾക്ക് അള്ളാഹു സൗന്ദര്യം കൊടുത്തതോടൊപ്പം തന്നെ അവിടുത്തേക്കൊരു മൂടുപടം കൊടുത്തിരുന്നു, ഒരു വഖാർ അള്ളാഹു കൊടുത്തിരുന്നു. നബിതങ്ങളുടെ സൗന്ദര്യത്തിന് മുന്നിൽ മയങ്ങിപ്പോകുക എന്നുള്ളത് എന്തുണ്ടാവില്ല, ഒരു സ്ത്രീകൾക്കുണ്ടാവില്ല. അവിടുത്തോട് ആദരവും ബഹുമാനവും ആ ഒരു ഹൈബത്തും വഖാറും നബി തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതും അവിടുത്തെ മുഖത്ത് അള്ളാഹു കൊടുത്തിരുന്നു എന്നാണ്. അത് അബൂജഹലിൻ്റെ വാക്കിൽ നിന്ന് ഒരിക്കൽ കാണാം, മുഹമ്മദ് ഒറ്റയ്ക്കാണ് വന്നിരുന്നെങ്കിൽ ഞാൻ നേരിട്ടേനെ, പക്ഷേ മുഹമ്മദ് കടന്നു വന്നപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിൻ്റെ 2 തോളുകളിലും 2 സിംഹങ്ങൾ ഇങ്ങനെ എന്നെ കടിച്ചു കീറാൻ നിൽക്കുന്ന രൂപത്തിലുണ്ടായിരുന്നു എന്നാണ്. അത് പ്രത്യേകിച്ച് തോളിൽ കയറി ഇരുന്നു എന്നല്ല, മറിച്ച് ആ ഒരു രൂപത്തിലാണ് മുത്തുനബി തങ്ങളെ അള്ളാഹു പ്രസൻറ്റേഷൻ ചെയ്തിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ ബർക്കത്ത് നന്നാക്കി തരുമാറട്ടെ. നമ്മുടെ ജീവിതത്തിൽ വലിയ ഖൈർ കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അള്ളാഹു നൽകിയ റിസ്കിലൊക്കെ വലിയ റാഹത്തും സന്തോഷവും ലഭിക്കാൻ, അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ എടുത്തു മാറ്റാൻ, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ നീക്കിത്തരാൻ, വലിയ സന്തോഷമുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ സൂറത്ത് യൂസുഫ് ഓതണം. സൂറത്ത് യൂസുഫ്
പരിശുദ്ധമായ ഖുർആനിലെ മഹത്തായൊരു സൂറത്താണ്. 111 ആയത്തുകളുള്ള 1736 കെലിമത്തുകളുള്ള പദങ്ങളുള്ള ഒരു സൂറത്ത്, മക്കയിൽ അവതരിച്ചൊരു സൂറത്ത്, അതായത് മുത്തുനബി തങ്ങളുടെ ഹിജറയ്ക്ക് മുമ്പ് അവതരിച്ചൊരു സൂറത്ത്. മഹത്തായ ഈ സൂറത്ത് ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയുടെ ജീവിതത്തിൽ കണക്കാക്കിയിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും നീക്കുകയും അതുപോലെ തന്നെ ലിതസ്ഹീലി റിസ്ഖിൻ്റെ വഴികളെ എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യും. എത്രയോ ആളുകൾ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർ, എത്രയോ ആളുകൾ വരുമാനത്തിൻ്റെ മാർഗ്ഗങ്ങൾ മുടങ്ങിക്കിടക്കുന്ന ആളുകൾ ഒന്ന് ഓതുക ഇൻഷാ അല്ലാഹ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പതിവാക്കാൻ ശ്രമിക്കുക. എപ്പോഴെങ്കിലും, ഇനി ദിവസം ഓതാൻ പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും, മാസത്തിലൊരിക്കലെങ്കിലും ഈ വിശുദ്ധമായ സൂറത്തൊന്ന് ഓതാൻ നമ്മൾ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നൽകുന്നതാണ്. സൗന്ദര്യം ആഗ്രഹിക്കാത്തവരാരാണുള്ളത്? സൗന്ദര്യം കൊതിക്കാത്തവരാരാണുള്ളത്? എന്നാൽ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്തുകൊണ്ട് നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പറ്റും. അത് കേവലം ദുനിയാവിൽ മാത്രമല്ല, നാളെ ആഖിറത്തിലും ആ വ്യക്തിയുടെ മുഖം പ്രകാശിച്ചു നിൽക്കും. ആ വ്യക്തിയുടെ മുഖം ഇങ്ങനെ തിളങ്ങി നിൽക്കും ഈ ഒരു സൂറത്ത് പതിവാക്കിയതിൻ്റെ പേരിൽ, പാരായണം ചെയ്തതിൻ്റെ പേരിൽ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വിശദീകരിക്കുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ മൻ ഖറഅ, ആരെങ്കിലും പാരായണം ചെയ്തു സൂറത്ത് യൂസുഫ് പാരായണം ചെയ്തു ഫീ കുല്ലി യൗമിൻ ഔ ഫീ കുല്ലി ലൈലത്തിൻ, ഒന്ന് എല്ലാ ദിവസവും പകൽ സമയത്ത് ഓതി, അല്ലെങ്കിൽ എല്ലാ രാത്രികളിലും ഓതി. എന്നാൽ ബഅസഹുല്ലാഹു തആല യൗമൽ ഖിയാമത്ത്, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ആ മനുഷ്യനെ കൊണ്ടുവരും. എങ്ങനെ? ജമാലുഹു മിസ്ല ജമാലി യൂസുഫ് അലൈഹിസ്സലാം, അയാളുടെ ഭംഗി, അയാളുടെ സൗന്ദര്യം യൂസുഫ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു കൊടുത്ത സൗന്ദര്യം പോലെ ഉണ്ടാകുമെന്നാണ്. ആ വ്യക്തിക്ക് നാളെ ആഖിറത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അയാളുടെ മുഖം യൂസുഫ് നബി അലൈഹിസ്സലാമിന് കൊടുത്തതുപോലെ സൗന്ദര്യമുള്ള മുഖമായിട്ടായിരിക്കും അള്ളാഹു ഉയർത്തിക്കൊണ്ടുവരിക എന്ന്. സുബ്ഹാനല്ലാഹ്. അയാൾക്ക് വലാ യുസീബുഹു ഫസഉൻ യൗമൽ ഖിയാമത്ത് നാളിൻ്റെ ഒരു ബേജാറും ആ ചങ്ങായിയുടെ ജീവിതത്തിൽ ഉണ്ടാവൂല. ഖിയാമത്ത് നാളിൽ ഒരു പ്രശ്നമോ ഒരു ടെൻഷനോ ബുദ്ധിമുട്ടോ ഒന്നും ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല. അതുമാത്രവുമല്ല, വക്കാന മിൻ ഖിയാരി ഇബാദില്ലാഹി സ്വാലിഹീൻ, ആ വ്യക്തി അള്ളാഹുവിൻ്റെ അടിമകളിൽ ഏറ്റവും ഉത്കൃഷ്ടരായ സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂട്ടത്തിലായിരിക്കും നാളെ ഉണ്ടാകുന്നത് എന്ന് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുകയാണ്. ഇന്നഹാ കാനത്ത് ഫി തൗറാത്തി മക്തൂബ. ഇത് മാത്രമല്ല, ഈ ഒരു സൂറത്ത് യൂസുഫിൻ്റെ പ്രത്യേകത പറയുന്നത് തൗറാത്തിലും ഈ ഒരു സൂറത്ത് പ്രതിപാദിക്കപ്പെട്ടിരുന്നു എന്നാണ്. അതായത് അത്ര പവറുള്ള മുൻ ഗ്രന്ഥങ്ങളിലും പരാമർശിക്കപ്പെട്ടിട്ടുള്ള മഹത്തായ ഒരു സൂറത്താണ് സൂറത്ത് യൂസുഫ്. ഇനി ഇതോടൊപ്പം പറയുന്നുണ്ട്, ആരെങ്കിലും ഇത് പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് ഈ ഭൂമിയിലും ദുനിയാവിലും ജമാൽ അധികരിപ്പിച്ചു കൊടുക്കുന്നതാണ്. ജമാൽ അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സൗന്ദര്യം അധികരിപ്പിച്ചു തരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സൗന്ദര്യം മോശമായതുകൊണ്ടാണോ? അല്ല. നമുക്ക് നൽകിയ സൗന്ദര്യമോ അല്ലെങ്കിൽ നമുക്ക് നൽകിയ ശരീരത്തിൻ്റെ ആ ഒരു ആകാരമൊന്നും മോശമായതുകൊണ്ടോ ഒന്നും അല്ല നമ്മൾ ഈ പറയുന്നത്. മറിച്ച് നമുക്ക് നൽകിയ സൗന്ദര്യം മറ്റുള്ളവർ നമ്മെ കാണുന്ന സമയത്ത് മുഖം തിരിച്ചു കളയാൻ പാടില്ല. ചില ആളുകളുടെ മുഖത്തേക്ക് നോക്കാൻ തോന്നൂല. അത് ആ കോലത്തിന് കുഴപ്പമുണ്ടായിട്ടല്ല, മനുഷ്യകോലം ഏറ്റവും നല്ല രൂപത്തിലാണ് അള്ളാഹു പഠിച്ചിരിക്കുന്നത്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല രൂപത്തിലാണ് മനുഷ്യനെ പഠിച്ചിരിക്കുന്നത്. എന്നാൽ ചില ആളുകളുടെ മുഖത്ത് നോക്കാൻ തോന്നില്ല. അതെന്താണെന്നറിയോ? ഈമാനിൻ്റെ വെളിച്ചമില്ലാത്തതുകൊണ്ടാണ്. ഈ മനസ്സിൻ്റെ കണ്ണാടിയാണ് മുഖം എന്ന് പഴമക്കാർ പറഞ്ഞത് വെറുതെ അല്ല. നമ്മുടെ കൽബിലുള്ള ദുഷിപ്പുകൾ, പോരുകൾ, വൈരാഗ്യങ്ങൾ, കിബിർ, ഉജുബ്, ഹസദ്, ഇതൊക്കെ ഇങ്ങനെ മുഖത്തേക്ക് കാണും, മുഖത്തേക്ക് ഇങ്ങനെ പ്രതിധ്വനിച്ചിങ്ങനെ നിൽക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ കൽബ് പുറമേ നല്ല വെളുപ്പുള്ളൊരു മനുഷ്യൻ അല്ലെങ്കിൽ നല്ല സൗന്ദര്യമുള്ളൊരു മനുഷ്യൻ, അയാളുടെ മുഖത്തേക്ക് നോക്കാൻ തന്നെ ചിലപ്പോൾ തോന്നൂല. എന്തേ കാരണം? കൽബ് വളരെ മോശമായിരിക്കും. അത്തരത്തിലുള്ള ആളുകളുടെ മുഖം കാണാൻ തന്നെ ഒരു റാഹത്ത് ഉണ്ടാവില്ല. എന്നാൽ ചില ആളുകളുണ്ടാവും, ചിലപ്പോൾ വലിയ സൗന്ദര്യമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവരുടെ മുഖത്തേക്ക് നോക്കിയിരുന്നാൽ വലിയ സന്തോഷം ഉണ്ടാവും. അത്തരത്തിലുള്ള ചില ആളുകൾ. ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുന്നത് കറുത്ത സ്വഹാബിയാണ്, പക്ഷേ അവിടുത്തെ മുഖത്തേക്ക് നോക്കിയിരിക്കാൻ വലിയ സന്തോഷമായിരുന്നു. കൂഫക്കാരായ ആളുകൾ അത് പറയാറുണ്ട്, അവരുടെ മുഖത്തേക്ക് നോക്കിയിരിക്കാൻ വലിയ സന്തോഷം. കാരണം എന്തേ? ബിലാൽ തങ്ങളുടെ തൊലി മാത്രമേ കറുത്തിട്ടുള്ളൂ, ഉള്ളു വളരെ വെളുത്തതായിരുന്നു എന്ന്. ഉൾവശം അവിടത്തേക്ക് പ്രകാശിക്കുന്ന കൽബായിരുന്നു അവിടത്തേക്ക് ഉണ്ടായിരുന്നത്. ഒരിക്കൽ ഹബീബായ നബി തങ്ങൾ ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യം പറഞ്ഞത് എന്താ? ബിലാലിൻ്റെ ചെരുപ്പിൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു എന്ന് സ്വർഗത്തിൽ. ഞാൻ ബിലാൽ തങ്ങളിങ്ങനെ നടക്കുന്ന ചെരുപ്പിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ട് എന്ന്. സ്വഹാബത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തേ കാരണമെന്ന്, എന്താണ് അതിന് കാരണം, ഒന്ന് പറഞ്ഞു തരുമോന്ന്. ബിലാൽ തങ്ങൾ പറഞ്ഞെന്താ? ഇന്നോളം എൻ്റെ കൽബിൽ ഒരാളെപ്പറ്റി ഒരു മോശമായ ചിന്ത ഉണ്ടായിട്ടില്ലായിരുന്നു.
ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യും. അതിൽപ്പെട്ട ഒന്നാണിത്, ഒരാളെപ്പറ്റി മോശമായൊരു ചിന്ത എൻ്റെ കൽബിലില്ല. അതോടൊപ്പം തന്നെ എപ്പോഴും എനിക്ക് ഞാൻ വുദു എടുത്ത് വെക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ദായിമുൽ വുദു മുറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വുദു ചെയ്യുകയും ശേഷം 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്യും. അതിൻ്റെ ഒരു ഫലം കൊണ്ട് അള്ളാഹു നൽകിയതാണ് എന്ന് നോക്കുക. അപ്പം അത്തരത്തിൽ സൗന്ദര്യം വർദ്ധിക്കണം, ഉള്ളുകൊണ്ട് സൗന്ദര്യമുള്ളവരാകണം. അത്തരത്തിൽ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സൂറത്ത് യൂസുഫ് പാരായണം ചെയ്തോളി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സൗന്ദര്യം ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ ജീവിത റിസ്ക് വിശാലത അതിലൊക്കെ അള്ളാഹു എളുപ്പം ചെയ്തു തരാനൊക്കെ നമ്മുടെ ജീവിതത്തിലെ മുസീബത്തുകൾ തട്ടിമാറാനൊക്കെ ദിവസത്തിൽ ഒരിക്കൽ, പറ്റുന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും ഈ പവിത്രമായ സൂറത്ത് നമ്മൾ നിയത്താക്കി ഇൻഷാ അല്ലാഹ് ഓതുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ വലിയ ഉയർച്ച നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസങ്ങളെ അള്ളാഹു നീക്കിത്തരുമാറാകട്ടെ. വലിയൊരു അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ആരെങ്കിലും ഇതുകൊണ്ട് അമല് ചെയ്താൽ അതിൻ്റെ പ്രതിഫലം കൂടെ നമുക്ക് അള്ളാഹു നൽകും. അള്ളാഹു ഖബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസത്തിൽ കണ്ടുമുട്ടാം. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.